السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذي أوحينا إليك من الكتاب هو الحق مصدقا لما بين يديه إن الله بعباده لخبير بصير. إن الله بعباده لخبير بصير. ثم أورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله ذلك هو الفضل الكبير. جنات عدن يدخلونها يحلون فيها من أساور من ذهب ولؤلؤا ولباسهم فيها حرير. وقالوا الحمد لله الذي أذهب عنا الحزن إن ربنا لغفور شكور. അള്ളാഹുവിൻ്റെ ആയാത്തുകൾ, അള്ളാഹു ഭൂമിയിൽ സൃഷ്ടിച്ചു വെച്ച പാറക്കെട്ടുകളും അവയുടെ സ്വഭാവങ്ങളും അതുപോലെ ജന്തുക്കളും മൃഗങ്ങളും അതിൻ്റെ വൈവിധ്യങ്ങളും ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹു നമ്മളോട് പഠിക്കാനും അവയെപ്പറ്റിയൊക്കെ ചിന്തിക്കാനും പഠിക്കാനും അങ്ങനെ പഠിച്ചവർക്കേ അള്ളാഹുവിനെ ബോധ്യപ്പെടുകയുള്ളൂ എന്ന് ഉത്ബോധിപ്പിക്കാനുമാണ് കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ കണ്ടത്. ആ ഉത്ബോധനങ്ങളാണ്. അപ്പോൾ ആ ഒരു ഉത്ബോധനം ഉൾക്കൊണ്ടുകൊണ്ട് വേദഗ്രന്ഥം വായിക്കുകയും ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, ഇതൊക്കെ പഠിച്ച ആളുകളാണ് അള്ളാഹുവിനെ ഭയപ്പെടുക. അതുകൊണ്ട് നിങ്ങൾ പഠിക്കണം. ഇന്നല്ലദീന യത്ലൂന കിതാബുല്ലാഹ്, അള്ളാഹുവിൻ്റെ കിതാബ് പാരായണം ചെയ്തുകൊണ്ട് നമസ്കാരം നിലനിർത്തുന്ന, ചെലവഴിക്കുന്ന, രഹസ്യമായും പരസ്യമായും ജനങ്ങളോടുള്ള ബാധ്യത നിറവേറ്റലാണ് ചെലവഴിക്കുക എന്ന് പറയുന്നത്. നിസ്കാരം അള്ളാഹുവും അടിമയും തമ്മിലുള്ള ബന്ധമാണ്. ദാനധർമ്മങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യരും തമ്മിലുള്ള ബന്ധമാണ്. ദാനധർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർക്കെങ്കിലും സദക്ക കൊടുക്കുക എന്നതല്ല. ചെലവഴിക്കേണ്ട സന്ദർഭങ്ങളിൽ നമ്മൾ ചെലവഴിക്കണം ഹലാലായ മാർഗത്തിൽ. അത് നമ്മുടെ മക്കൾക്കും ഒക്കെ വേണ്ടിയുള്ള ചെലവഴിക്കൽ വരെ, നമ്മളുടെ ജീവിതത്തിന് വേണ്ടിയുള്ള ചെലവഴിക്കൽ, ഹലാലായിട്ടുള്ള ചെലവഴിക്കൽ വരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതും ആവശ്യപ്പെടുന്നതുമാണ്. നീ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതും ഭാര്യയ്ക്ക് തിന്നാൻ കൊടുക്കുന്നതും നീ തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നന്നായി ജീവിക്കുന്നതുമെല്ലാം അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. ധൂർത്തുണ്ടാവാൻ പാടില്ല, അഹങ്കാരവും അമിത അവസ്ഥയും ഉണ്ടാവാൻ പാടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ചെലവഴിക്കുന്ന കാര്യത്തിൽ പെടും. നമ്മൾ ഏതെങ്കിലും
സാധു വരുമ്പോൾ കൊടുക്കുക എന്നുള്ളതല്ല, നല്ല കാര്യത്തിന് നമ്മുടെ സമ്പത്ത് ചെലവഴിക്കുക. ഇങ്ങനെ എന്നിട്ട് അള്ളാഹുവിൻ്റെ കിതാബ് ഓതുമ്പോൾ അത് വായിച്ച് പഠിക്കുമ്പോൾ ഈ തരത്തിലുള്ള സൽസ്വഭാവങ്ങളുള്ള ആളുകളാണ് നല്ല കച്ചവടക്കാർ. ഉലായിക്ക യർജൂന തിജാറത്തല്ലൻ തബൂർ, ഒരിക്കലും നഷ്ടപ്പെടാത്ത കച്ചവടം നടത്തുന്നവർ. നമ്മുടെ ജീവിതം ഒരു കച്ചവടമായിട്ട് അള്ളാഹു പലയിടത്തും വിവരിച്ചിട്ടുണ്ടല്ലോ. ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബി അന്ന ലഹുമുൽ ജന്ന. അള്ളാഹു വിശ്വാസികളിൽ നിന്ന് അവരുടെ ശരീരങ്ങളെയും അവരുടെ സമ്പത്തുക്കളെയും വിലക്കെടുത്തിരിക്കുന്നു എന്നാണ്. ഇശ്തറ എന്നാണ്. അതിന് പകരം സ്വർഗം കൊടുക്കാമെന്ന് പറഞ്ഞ് വിലക്ക് വാങ്ങിയിരിക്കുന്നു. നമ്മുടെ ശരീരം അള്ളാഹു നമുക്ക് സ്വർഗത്തിന് പകരം അല്ലാണ്ട് വാങ്ങി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അർത്ഥം എന്താ? നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മളെ ഇഷ്ടമല്ല, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക. നമ്മളെ മാല് നമുക്ക് തോന്നിയത് മാതിരി അതല്ല ചിലവഴിക്കേണ്ടത്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ചിലവഴിക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹിൻ്റെ ഇഷ്ടമാണല്ലോ നമ്മളെ ശരീരവും നമ്മുടെ സമ്പത്തും കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അള്ളാഹ് നമുക്കിഷ്ടപ്പെട്ട സ്വർഗം ബി അന്ന ലഹുമുൽ ജന്ന, സ്വർഗത്തിന് പകരമായി വാങ്ങി. അപ്പോൾ അതൊരു കച്ചവടമാണ്. ഈ യായുലദിനാമനു അൽ അതുല്ലുക്കും അലാ തിജാറത്തിൻ തുഞ്ചീക്കും മിൻ അദാബിൻ അലീം, മാരകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നൽകുന്ന ഒരു കച്ചവടത്തെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? എന്നിട്ട് പറയുന്നത് തുമിനൂന ബില്ലാഹി റസൂലി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബി അംവാലിക്കും അൻഫുസിക്കും. നിങ്ങൾ അള്ളാഹുവിലും റസൂലിലും വിശ്വസിച്ച് ജീവിക്കുക, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ജിഹാദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യത്തിൽ ചെലവഴിക്കുകയും സമയം നല്ല കാര്യത്തിന് ഉപയോഗപ്പെടുത്തുകയും ശരീരത്തെ നല്ല കാര്യത്തിന് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ അതൊക്കെ ഒരു കച്ചവടമാണ്. നമ്മുടെ ജീവിതം ഒരു കൊള്ളക്കൊടുക്കയാണ്. നമ്മൾ ചെയ്യുന്ന കച്ചവടത്തിൻ്റെ പോലെ നമ്മുടെ ജീവിതവും ലാഭകരമായിരിക്കണം. ഏതൊരു കച്ചവടക്കാരനും അവന് ലാഭം കിട്ടണം എന്നാഗ്രഹിക്കുമല്ലോ. അപ്പോൾ നമ്മളെ ജീവിതവും നമുക്ക് 60, 80, 90 അല്ലെങ്കിൽ 40 വയസ്സുകാലം ജീവിച്ചിരിക്കാൻ കഴിഞ്ഞാൽ അത്ര കാലത്തെ കച്ചവടം ലാഭകരമായി മാറണം എന്ന് അല്ലാഹു തആല പറഞ്ഞു. അതിൻ്റെ ശേഷമാണ് ഇനിയുള്ള വചനങ്ങൾ. വല്ലദീ ഔഹൈന ഇലൈക, നാം നീ പറഞ്ഞു തരുന്നതൊക്കെ ശരിയാണ്, അത് നീ അങ്ങനെ മനസ്സിലാക്കണം. ഇതൊക്കെ വെറുതെ ഒരു ഉപദേശമല്ല. ഉപദേശം ആളുകൾ കേട്ട് കേട്ട് മടുക്കുകയും തലയിൽ കയറാതിരിക്കുകയും ചെയ്യുക എന്ന സമ്പ്രദായം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. നബിമാരൊക്കെ 950 കൊല്ലം ഉപദേശിച്ച് കേട്ട് മടുത്ത് കാത് തഴമ്പിച്ച്, വളരെ കുറച്ച് ആളുകളല്ലേ നോഹ് നബി അലൈഹി ഇസ്ലാമിനെ അല്ലേ വിശ്വസിച്ചുള്ളൂ. അപ്പോൾ എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ഒരുപാട് മനുഷ്യന്മാർ മടുക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ. അവരോടാ പറയുന്നത് അങ്ങനെ മടുക്കണ്ട. വല്ലദീ ഔഹൈന ഇലൈക, നാം താങ്കൾക്ക് വഹിയായിട്ട് നൽകുന്ന ബോധനം നൽകുന്നതെല്ലാം മിനൽ കിതാബി, ഈ വേദഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ നിനക്ക് ബോധനമായി നൽകുന്നതെല്ലാം ഹുവൽ ഹഖു, ഇത് സത്യമാണ്, ഇത് സത്യമായി പുലരുക തന്നെ ചെയ്യും. മുസദ്ദിഖൻ, അത് സത്യപ്പെടുത്തുന്നതാണ്, ലിമാ ബൈന യദൈഹി, അതിൻ്റെ മുമ്പുള്ള വേദഗ്രന്ഥങ്ങളെ. ഖുർആൻ ഒരു പുതിയ ആദ്യം മുതലുള്ള ഒരു ആശയം നമ്മളെ പഠിപ്പിക്കുകയല്ല ചെയ്തത്. അതിൻ്റെ മുമ്പുള്ള വേദഗ്രന്ഥങ്ങളിൽ സബൂർ, തൗറാത്ത്, ഇഞ്ചീൽ അറിയപ്പെട്ട വേദഗ്രന്ഥങ്ങളാണ്. അതല്ലാതെ സുഹഫ് ഇബ്രാഹിം നബിൻ്റെ വേദഗ്രന്ഥങ്ങളുണ്ട്. അതിൻ്റെ പേരുകളൊന്നും നമുക്കറിഞ്ഞുകൂടാ. എല്ലാ നബിമാർക്കും അവരുടെ ശരീഅത്തിൻ്റെ അടിസ്ഥാന പ്രമാണമായിട്ടുള്ള വേദങ്ങൾ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ വേദഗ്രന്ഥങ്ങളിലുള്ളതെല്ലാം ശരിയാണ് എന്ന് സത്യപ്പെടുത്തുന്നതാണ്. അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ ശരിയാണ്. അതായത് അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കുക, അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുക, അതാണ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഏകത്വം അതെല്ലാ നബിമാരും ജനങ്ങളോട് എല്ലാ ശരീഅത്തിലും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. അതുപോലെ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കണം എന്ന ആ അസ്ലാണ് എല്ലാ നബിമാരും പഠിപ്പിച്ചത്. ആ കീഴ്പ്പെട്ട് ജീവിക്കേണ്ട രീതിയിൽ വ്യത്യാസം ഉണ്ടാവാം. അതായത് അന്നത്തെ ഇബാദത്തിൽ
അതുപോലെ അന്നത്തെ മറ്റു കർമ്മങ്ങളിൽ, ദാനധർമ്മങ്ങളിലൊക്കെ എങ്ങനെ വേണം എന്നതിൽ വ്യത്യാസമുണ്ടാവാം. അപ്പോൾ നമ്മൾ 2.5% ദാനം ചെയ്യേണ്ടതുണ്ട്, 5% ദാനം ചെയ്യേണ്ടതുണ്ട്, 10% കൊടുക്കേണ്ടതുണ്ട്, 20% കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെയൊക്കെയാണല്ലോ ഇസ്ലാമിലെ സക്കാത്ത് വരേണ്ടത്. ഈ തരത്തിലുള്ള ഒരു സക്കാത്ത് ആയിരിക്കണം എന്നില്ല പൂർവിക സമുദായങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ചത്. അതുപോലെ നമസ്കാരം നമുക്ക് ഒരു കെട്ടും മട്ടും ചിട്ടയും 5 നേരം അള്ളാഹു തആല അതിൻ്റെ രീതികൾ പഠിപ്പിച്ചു. ഇതുപോലെയുള്ള ഒരു രീതി ആവണം എന്നില്ല പണ്ടുള്ള ആളുകൾക്ക് നിശ്ചയിച്ചത്. അതായത് വിശദാംശങ്ങളിലും ശാഖാപരമായ കാര്യങ്ങളിലും വ്യത്യാസമുണ്ട്. അടിസ്ഥാനം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം എന്നതാണ്. അപ്പോൾ ഈ ഇബാദത്ത് ചെയ്യണം എന്നുള്ള അടിസ്ഥാനം, അള്ളാഹുവിൻ്റെ ഏകത്വം തൗഹീദ് അംഗീകരിക്കണം എന്ന അടിസ്ഥാനം, അതൊക്കെ വേദഗ്രന്ഥത്തിലുള്ളത് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, ഈ ഖുർആനിൻ്റെ മുമ്പിലുള്ള വേദഗ്രന്ഥത്തിനെ സത്യപ്പെടുത്തുന്നതാണ്, അതിനെ അംഗീകരിക്കുന്നത് തന്നെയാണ് ഈ ഖുർആനും. അതായത് വേദഗ്രന്ഥങ്ങളിലുള്ളതൊക്കെ അടിസ്ഥാനപരമായി ഒന്ന് തന്നെയാണ്. ഇന്നല്ലാഹ ബിഇബാദിഹി, തീർച്ചയായും അള്ളാഹു തൻ്റെ അടിമകളെപ്പറ്റി ലഖബീറുൻ, സൂക്ഷ്മമായി അറിയുന്നവനാണ്, ബസീറുൻ, ശരിക്ക് കാണുന്നവനുമാണ്. അപ്പം എല്ലാ സൂക്ഷ്മമായ ഉള്ളിലിരിപ്പുകളും ജീവിതത്തിൻ്റെ സൂക്ഷ്മമായ വശങ്ങളെയും അല്ലാഹു തആല അറിയും. പഴയകാലത്തെ ശരീഅത്ത് നമ്മളെ ശരീഅത്തിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് അതുകൊണ്ടാണ്. നമ്മളെ ജീവിത രീതികളും നമ്മളുടെ കാലം മാറിയപ്പോൾ നമ്മളെ ജീവിത രീതികളിലൊക്കെ ഒരുപാട് മാറ്റം വന്നു. സാമ്പത്തിക വിക്രയങ്ങളിൽ, വരുമാന മാർഗങ്ങളിൽ, ഇടപാടുകളിൽ, അതുപോലെ മനുഷ്യബന്ധങ്ങളൊക്കെ, കൂട്ടുകുടുംബ വ്യവസ്ഥകളിലൊക്കെ ഒരുപാട് മാറ്റം വന്നു. അതൊക്കെ അള്ളാഹ്ക്ക് അറിയാം. ആ മാറ്റം വരുന്നതൊക്കെ അള്ളാഹ് സൂക്ഷ്മമായി അറിയുന്നുണ്ട്. അതിനനുസരിച്ച് അല്ലാഹു തആല ശരീഅത്തിൻ്റെ വിശദാംശങ്ങളിൽ വ്യത്യാസങ്ങളുണ്ടാവാം. പക്ഷേ അള്ളാഹു അടിസ്ഥാനപരമായി ഈ വേദഗ്രന്ഥത്തിൽ ഇറക്കിയതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, മുമ്പുള്ള വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തുന്നതും ഒന്ന് തന്നെയും ആണ്. എന്നിട്ട് സുമ്മ ഔറസ്നൽ കിതാബല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ. അപ്പോൾ പിന്നീട് മുമ്പുള്ള ആളുകൾക്ക് വേദഗ്രന്ഥം നൽകി എന്ന് പറഞ്ഞല്ലോ. പിന്നീട് ഔറസ്ന, നാം വിറാസത്ത് നൽകി, അനന്തരാവകാശം നൽകി. വറസ എന്ന് പറഞ്ഞാൽ അനന്തരമായി കൊടുത്തു എന്നാണ്. അതാണ് മാലുൽ മൗറൂസ്, അനന്തര സ്വത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഔറസ്ന, പിന്നീട് നാം അനന്തരമായി നൽകി അൽ കിതാബ, ഈ വേദഗ്രന്ഥത്തിനെ, ഖുർആനിനെ. ആർക്ക്? അല്ലദീന ഇസ്തഫൈന, നാം തെരഞ്ഞെടുത്ത ഒരു കൂട്ടർക്ക്, മിൻ ഇബാദിന, നമ്മുടെ അടിമകളിൽ നിന്ന് നാം തിരഞ്ഞെടുത്തവർക്ക് ഈ വേദഗ്രന്ഥത്തിനെ അനന്തരമായി നൽകി. ഇപ്പോൾ തൗറാത്തിൻ്റെ ആളുകളുണ്ടായിരുന്നു. ഖുർആൻ ഇറങ്ങിയപ്പോൾ അവർക്ക് ഖുർആൻ കിട്ടിയില്ല. അല്ലാഹു തആല ഭൂമിയിൽ നിന്ന് ഖുർആനിനെ അംഗീകരിക്കണം എന്ന നിലക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സമൂഹമുണ്ട്, ഒരു ഖൈറു ഉമ്മത്ത്. അവർക്ക് ഖുർആനിനെ നാം അനന്തരമായി നൽകി. എന്നിട്ടോ ഫമിൻഹും, ആ അള്ളാഹ് തിരഞ്ഞെടുത്തവരുടെ കൂട്ടത്തിൽ 3 വിഭാഗം ആളുകളുണ്ട്. അല്ലാഹു തആല തിരഞ്ഞെടുത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അതിന് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത്, മുസ്ലിങ്ങൾ എന്ന് പറയുന്ന, ഉമ്മത്തും മുസ്ലിമ എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായ ആളുകൾക്ക് ഈ ഖുർആനിനെ നാം അനന്തരമായി നൽകി. ഇനി ആ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ 3 വിഭാഗമുണ്ട്. അതേതാണ്? ഫമിൻഹും, അവരുടെ കൂട്ടത്തിലുണ്ട് ളാലിമുൽ ലിനഫ്സിഹി, സ്വന്തം ശരീരങ്ങളോട് അക്രമം കാണിക്കുന്നവരുണ്ട്. വമിൻഹും മുഖ്തസിദുൻ, ആ സമൂഹത്തിൽ തന്നെ ചില ആളുകൾ മിതത്വം പാലിക്കുന്നവരുണ്ട്. വമിൻഹും സാബിഖും ബിൽ ഖൈറാത്ത്, അവരുടെ കൂട്ടത്തിൽ ഖൈറായ കാര്യങ്ങളിൽ മുന്നേറിയവരും ഉണ്ട്. അപ്പോൾ ഖുർആനിൻ്റെ അനുയായികളെ അല്ലാഹു തആല 3 ഭാഗമായിട്ടാണ് തിരിക്കുന്നത്. ഇപ്പോൾ മറ്റു സൂറത്ത് വാഖിയയില
വഖീൽ ഉണ്ടല്ലോ, എന്താണ് പിന്നെ വകുന്തും അസ്വാജൻ സലാസ ഫഅസ്ഹാബുൽ മൈമനതി മാ അസ്ഹാബുൽ മൈമന വഅസ്ഹാബുൽ മശ്അമതി മാ അസ്ഹാബുൽ മശ്അമ വസ്സാബിഖൂന السابقون أولئك المقربون في جنات النعيم ثلة من الأولين وقليل من الآخرين. തന്നെയാണ് വഖലീലും വസുല്ലത്തു മിനൽ ആഖിരീൻ. ആദ്യം പറഞ്ഞത് വഖലീലു മിനൽ ആഖിരീൻ. സാബിഖൂന സാബിഖൂൻ ഉലൈക്കൽ മുഖറബൂൻ ഫീ ജന്നാത്തിൻ നഈം സുല്ലത്തു മിനൽ അവ്വലീന വഖലീലു മിനൽ ആഖിരീൻ. പിന്നെ രണ്ടാം പ്രാവശ്യമുള്ളിടത്ത് സുല്ലത്തു മിനൽ ആഖിരീൻ. ആ മൂന്ന് വിഭാഗം തന്നെയാണ് ഇവിടെയും പറയുന്നത് എന്നാണ്. അതെന്താണ്? ഒക്കുൻതും അസ്വാജൻ സലാസ, നിങ്ങൾ മൂന്ന് വിഭാഗക്കാരാണ്. അസ്വാജ് എന്ന് പറഞ്ഞാൽ ഇണകൾ, അതായത് മൂന്ന് വിഭാഗക്കാരാണ്. അതേതാണ്? ഒക്കുൻതും അസ്വാജൻ സലാസ ഫ അസ്ഹാബുൽ മൈമന മാ അസ്ഹാബുൽ മൈമന, മൈമനത്തിൻ്റെ ആളുകൾ, അതായത് വലതുവശത്തിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു വലത്തെ കയ്യിൽ കിതാബ് കൊടുക്കുന്ന ആളുകൾ എന്നാണ് ഒരർത്ഥം. അല്ലെങ്കിൽ അനുഗ്രഹം നൽകപ്പെട്ട ആളുകൾ. മാ അസ്ഹാബുൽ മൈമന, ആരാണ് അസ്ഹാബുൽ മൈമനത്ത്? അസ്ഹാബുൽ മൈമനത്തി മാ അസ്ഹാബുൽ മൈമന. പിന്നെന്തേ വസ്ഹാബുൽ മശ്അമത്തി മാ അസ്ഹാബുൽ മശ്അമ, ചീത്തയുടെ ആളുകൾ. ആ ചീത്തയുടെ ആളുകളുടെ അവസ്ഥ എന്താണ്? മാ എന്താണ് ഈ ചീത്ത ആളുകൾ? എന്നിട്ട് പറയാണ് സുല്ലത്തു മിനൽ അവ്വലീൻ വസാബിഖൂന സാബിഖൂൻ ഉലൈക്കൽ മുഖറബൂൻ. അല്ലേ ആയത്തിൽ? അതിനല്ലേ? അല്ല, അതിലും കുറച്ച് സംശയമുണ്ട്. ഒന്ന് ആദ്യം മുതലെന്ന് പറഞ്ഞാണ് ഇതാ ഖാത്തിൽ വാഖിയൻ്റെ ഖാദിബ, ഉബസത്തിൽ ജിബാലു ബസ്സ, വകുൻതും അസ്വാജൻ സലാസ വസാബുൽ മൈമനത്തി മാ അസ്ഹാബുൽ മൈമന വസാബുൽ മശ്അമത്തി മാ അസ്ഹാബുൽ മശ്അമ വസാബിഖൂന സാബിഖൂൻ ഉലൈക്കൽ മുഖറബൂൻ. ആണ് സാബിഖീങ്ങൾ. അസാബിഖൂൻ അവർ തന്നെയാണ് ഏറ്റവും മുന്നിൽ കടന്നവർ. അത് സുല്ലത്തു മിനൽ അവ്വലീൻ, പൂർവികന്മാരിൽ വലിയൊരു വിഭാഗമുണ്ട്. വഖലീലും മിനൽ ആഖിരീൻ, അവസാനത്തെ ആളുകളിൽ പിൻഗാമികളിൽ ഒരു ചെറിയ വിഭാഗവുമുണ്ട്. അതായത് സാബിഖീങ്ങളായിട്ടുള്ള ആളുകൾ, എല്ലാ കാര്യത്തിലും മുൻകടന്നിട്ടുള്ള ആളുകൾ പൂർവികന്മാരിൽ അധിക പേരും അങ്ങനെ തന്നെയാണ്. എന്നാൽ പിൻഗാമികളിൽ ചെറിയൊരു വിഭാഗം സാബിഖീങ്ങൾ ഉണ്ടാവുകയുള്ളൂ. സാബിഖീങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും യാതൊരു തിന്മയുമില്ലാതെ നന്മയിൽ മാത്രം മുൻകടന്നവർ. പിന്നെ ആഖിരീങ്ങളുടെ കാര്യത്തിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ. ആഖിരീങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ പിൽക്കാലത്തുള്ള ആളുകൾ, അവരിൽ സാബിഖീങ്ങളിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ. എന്നാൽ സഹാബിമാർ, നബി സഹാബിമാർ, അതിൻ്റെ തബഉ താബിഈകൾ, സലഫു സാലിഹീങ്ങൾ, അവരുടെ കാര്യത്തിൽ സുല്ലത്ത് എന്ന് പറഞ്ഞാൽ വലിയ ആൾക്കൂട്ടമുണ്ടാകും. പിന്നെ മറ്റേ വിഭാഗത്തിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഇത് പറഞ്ഞത്. അതായത് പിന്നെ മറ്റേ വിഭാഗങ്ങളെ പറ്റി ഇതിൽ പറഞ്ഞിട്ടില്ല. ഇവിടെ പറയുന്നത് അതേ വിഭാഗം തന്നെയാണ്. അതായത് പിന്നെ എന്താണ്? ലാലിമുലി നഫ്സി, ആ ക്രമത്തിലല്ലാതെ മാത്രം. അസ്ഹാബുൽ മശ്അമയാണ് ലാലിമുലി നഫ്സി, അതായത് അക്രമികളായ ആളുകൾ, അള്ളാഹുവിൻ്റെ കൽപ്പന ഒരിക്കലും സ്വീകരിക്കാതെ ജീവിച്ച ആളുകൾ. എന്നാലോ കുറേ നന്മകൾ അവർ ചെയ്തിട്ടുണ്ട്, ളുൽമും ചെയ്തിട്ടുണ്ട്, നന്മകളും ചെയ്തിട്ടുണ്ട്, തിന്മകളും ചെയ്തിട്ടുണ്ട്. അത് ഈ ഖുർആൻ ലഭിച്ച അള്ളാഹു ഖുർആനിൻ്റെ അനുഗ്രഹം കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ അങ്ങനെ ഉണ്ടല്ലോ. കുറേ പാപം ചെയ്തു, കുറേ നന്മകളും ചെയ്തു. ലാലിമിന് സ്വന്തം ശരീരങ്ങളോട് ളുൽമ് ചെയ്തു എന്ന് പറയുന്ന ആളുകൾ ഒരുപക്ഷെ അവർക്ക് അവരുടെ നന്മകളെക്കാളും തിന്മകൾ കൂടുതലുണ്ടാകും. ആ തിന്മകളുടെ പേരിൽ അള്ളാഹു അവർക്ക് ശിക്ഷ നൽകി
അതിൻ്റെ ശിക്ഷയുടെ കാലാവധി കഴിയുമ്പോൾ അവർക്ക് അല്ലാഹു തആല സ്വർഗം കൊടുക്കും. കാരണം വിശ്വാസമുണ്ട്, ഈമാനുള്ളവരാണ് ഈ മൂന്ന് കൂട്ടരും. പക്ഷേ ഈമാനോടുകൂടി ളുൽമ് ചെയ്ത ആളുകൾ, അക്രമം ചെയ്ത ആളുകൾ, അതായത് മുഹറമാത്തുകൾ ചെയ്തിട്ടുണ്ട്, വാജിബായ കാര്യങ്ങളിൽ ഉപേക്ഷ വരുത്തിയിട്ടുണ്ട്, എന്നാൽ അള്ളാഹിനെ പറ്റിയുള്ള ബോധം വിശ്വാസവും അള്ളാഹു മാത്രമാണ് രക്ഷകൻ എന്നുള്ള തൗഹീദി വിശ്വാസമൊക്കെ അവർക്കുണ്ട്, എന്നാൽ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് മനുഷ്യന്മാർ സമൂഹത്തിൽ അങ്ങനെയാണല്ലോ ഉള്ളത്. അവർ ഒരു വിഭാഗം. മറ്റൊരു വിഭാഗം ഒമിന്നും മുഖത്തസിദുൻ എന്ന് പറഞ്ഞാൽ ഒരു മിതത്വം പാലിച്ച ആളുകൾ. അവർ മറ്റവരെക്കാളും കുറച്ചും കൂടി ഉയർന്നവരാണ്. അവരൊരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്, എന്നാൽ അബദ്ധത്തിലൊക്കെ ചില തിന്മകളും അവരുടെ ഭാഗത്ത് നിന്നുണ്ട്. ഒരു മിതമായ കൂട്ടരാണ്, വളരെ മോശപ്പെട്ടവരുമല്ല, ളാലിമീങ്ങളുമല്ല, എന്നാൽ വളരെ ഉയർന്ന സാബിഖീങ്ങളുമല്ല. മൂന്നാമത്തൊരു വിഭാഗം ഒമിൻഹും സാബിഖും ബിൽ ഖൈറാത്ത്, ഖൈറിൻ്റെ കാര്യത്തിൽ മുൻകടന്നവർ, എല്ലാവരെക്കാളും മുന്നിൽ പോയി. അവരിൽ ളുൽമുണ്ടായിട്ടില്ല, മിതത്വമല്ല, ശരിക്കും പൂർണ്ണമായിട്ട് തന്നെ ഖൈറായ കാര്യങ്ങൾ ചെയ്ത് മുൻകടന്ന ആളുകൾ. ബി ഇതിനില്ല, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം. ഇത് വിശ്വാസികളായ നമുക്ക് വലിയൊരു സമാധാനം ഉണ്ടാക്കുന്ന ഒരായത്താണ്. എന്താണ് ഇങ്ങനെ സമാധാനം ഉണ്ടാക്കുന്നത്? അതായത് ഖുർആനിൻ്റെ അനുയായികളെ അള്ളാഹു തിരഞ്ഞെടുത്തു. മുസ്ലിങ്ങളായിട്ടുള്ള കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്ത് ലിന്നാസ്, മുഹമ്മദ് നബിയുടെ യിൽ വിശ്വസിച്ച അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന രണ്ട് കലിമത്ത് ചൊല്ലി ഖുർആനിനെ റളിയത്തു ബില്ലാഹി റബ്ബൻ ഒബിൽ ഇസ്ലാമി ദീനൻ ഒബി മുഹമ്മദിൻ നബിയ, അള്ളാഹുവിനെ റബ്ബായി അംഗീകരിച്ചു, ഇസ്ലാമിനെ മതമായി അംഗീകരിച്ചു, മുഹമ്മദ് നബിയെ പ്രവാചകനായും അംഗീകരിച്ചിട്ടുള്ള വിശ്വാസികൾ. എന്നാൽ ഒരുപാട് തെറ്റും കുറ്റവും അബദ്ധങ്ങളും അപകടങ്ങളൊക്കെ ഓലെടുത്ത് വരുന്നുണ്ട്. അതൊക്കെ ചില സൽക്കർമ്മങ്ങൾ കൊണ്ട് അതൊക്കെ തേച്ച് മായ്ച്ച് കളയും അല്ലാഹു തആല. ബാക്കിയുള്ളത് അസ്തഗ്ഫിറുല്ലാഹ് തൗബ കൊണ്ട് തേച്ച് മായ്ച്ച് കളയും. എന്നാലും കുറച്ച് കുറ്റങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ, അത് അള്ളാഹുവിൻ്റെ നീതിയാണ് ശിക്ഷ കൊടുക്കുക എന്നുള്ളത്. ആ ശിക്ഷ കൊടുത്തതിൻ്റെ ശേഷം അവസാനം അവർ സ്വർഗത്തിൽ കടക്കും. രണ്ടാമത് മുഖത്തസ്തിദീങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല കാര്യങ്ങളാണ് ചെയ്തത്, എന്നാൽ അബദ്ധം അവരുടെ കയ്യിൽ നിന്ന് വരാതിരുന്നിട്ടില്ല. അങ്ങനെയുള്ള കുറച്ചും കൂടിയും ഉയർന്ന ആളുകൾ, അതാണ് മുഖത്തസിറുൻ അലാമ യജിബു അലൈഹി, നിർബന്ധമായ കാര്യങ്ങളിൽ ചില വീഴ്ചകളൊക്കെ അവർ വരുത്തിയിട്ടുണ്ട്. എന്നാലോ താരിക്കുല്ലിൽ മുഹറം, ഹറാമായ കാര്യങ്ങളൊന്നും അവരിൽ നിന്ന് വരാറില്ല. ആദ്യത്തെ കൂട്ടർ നിർബന്ധ കാര്യങ്ങളിൽ വീഴ്ചയും വരുത്തിയിട്ടുണ്ട്, ഹറാമൊക്കെ അവരിൽ നിന്ന് വന്നിട്ടുമുണ്ട്. എന്നാൽ അടിസ്ഥാനപരമായി ഷഹാദത്തിലും ദീനിലും നബിയിലും വിശ്വാസമുള്ള ആളുകൾ ളാലിമുൽ നഫ്സി എന്നാണ്. മറ്റത് ഹറാമൊന്നും അവർ ചെയ്യൂല, എന്നാൽ അള്ളാഹുവിൻ്റെ ഇബാദത്ത്, അള്ളാഹുവിനോടുള്ള ഇബാദത്തിലും നിർബന്ധ കാര്യങ്ങളിലും കുറേ വീഴ്ചകൾ വന്നിട്ടുള്ള ആളുകൾ മുഖത്തസിദുൻ, ഒരു മിതമായ ആളുകൾ. പിന്നെ ഉമിൻഹും സാബിഖും ബിൽ ഖൈറാത്ത്, എന്നാൽ ഖൈറായ കാര്യങ്ങളിൽ സാബിഖ്, വളരെ മുന്നിൽ ചാടിയ, മുസാബക്കത്ത് എന്ന് പറഞ്ഞാൽ മത്സരം എന്നാ, ഇന്നത്തെ മത്സരങ്ങൾക്ക് ആ മുസാബക്കത്ത് അറിയാം. അപ്പോൾ സാബിഖുൻ, ആ ഓടി മുന്നിൽ ചാടിയ ആളുകൾ, സാരിയൗൻ ഫിഹ, അതിൽ ധൃതി കൂട്ടുന്നവരും, സാറ ഫിഹ വജ്തഹദ, അതിൽ ധൃതി കൂട്ടുകയും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്തു. ഫസബഖ ഗൈറഹു, അപ്പോൾ മറ്റുള്ളവരെക്കാളും മുമ്പിലെത്തി. വഹുവൽ മുഅദ്ദി ലിൽ ഫറായിദ്, ഫർളായ കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട്. അൽ മുഖ്സിരി മിനൻ നവാഫിലി, സുന്നത്തായ കാര്യങ്ങളിൽ വർദ്ധിപ്പിക്കുന്നുമുണ്ട്. അത്താരിക്കിലിൽ മുഹറം, ഹറാമായ കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട്. വൽ മക്റൂഹ്, അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ചെറിയ ചെറിയ കുറ്റങ്ങളും ഉപേക്ഷിച്ചിട്ടുണ്ട്. ഹറാമല്ലെങ്കിലും അതിൻ്റെ താഴെയുള്ള കുറ്റങ്ങളും ഉപേക്ഷിച്ചിട്ടുണ്ട്. അവർ 100% പെർഫെക്റ്റാണ്. അവരാണ് സാബിഖും ബിൽ ഖൈറാത്ത്. അപ്പോൾ വിശ്വാസികൾ 3 തരത്തിലാണ്. നമുക്ക് നമ്മളെ തന്നെ വിലയിരുത്താനാണ് പറ്റുന്നത്. ഞാൻ ഏത് കൂട്ടത്തിലാണ്? ളാലിമുൽ നഫ്സി ആണോ? എന്നാൽ അള്ളാഹു ശാശ്വതമായി എന്നെ നരകത്തിലിടുകയില്ലെങ്കിലും അടിസ്ഥാനപരമായി തൗഹീദ് കൊണ്ട് രക്ഷപ്പെടുമെങ്കിലും എൻ്റെ കുറ്റങ്ങൾക്ക് ഞാൻ അള്ളാഹ് പുറത്തു തന്നിട്ടില്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. എന്തു വേണം? തൗഹീദിൽ ഉറച്ചു നിൽക്കണം. തൗഹീദില്ലെങ്കിൽ, അതായത് പഠിച്ചവനല്ലാതെ എന്നെ രക്ഷിക്കാൻ ഏതെങ്കിലും മലക്കുകളോ ഔലിയാക്കളോ സാലിഹീങ്ങളോ മരിച്ചവരോ
ആർക്കെങ്കിലും എന്നെ രക്ഷപ്പെടുത്താൻ, എൻ്റെ വിളി കേൾക്കാൻ, എൻ്റെ പ്രാർത്ഥന കേൾക്കാൻ, എൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു തരാൻ ഭൂമിയിൽ അള്ളാഹിൻ്റെ മഖ്ലൂക്കുകൾക്ക് കഴിയും എന്ന വിശ്വാസമുണ്ടെങ്കിൽ ഒരിക്കലും രക്ഷപ്പെടുകയില്ല. അവിടുന്ന് നമ്മൾ പോന്നിട്ട് തൗഹീദിലേക്ക് കടക്കാം. എന്നിട്ട് ജീവിതത്തിൽ അബദ്ധങ്ങളുണ്ടെങ്കിൽ നമ്മളെ ഇബാദത്തുകൾ കൊണ്ട് അബദ്ധങ്ങളൊക്കെ കുറേ അള്ളാഹു തആല പുറത്തു തരും. വുളു എടുക്കുമ്പോൾ, നമസ്കരിക്കുമ്പോൾ, ഇന്നൽ ഹസനാത്തി യുദ്ഹിബിന സയ്യിആത്ത്, നന്മകൾ തിന്മകളെ പോക്കിക്കളയും. അങ്ങനെ കുറേ റെഡ്യൂസ് ചെയ്ത് പോകും. പിന്നീട് കുറേ അസ്തഗ്ഫിറുല്ലാഹ് ചെല്ലുമ്പോൾ അള്ളാഹു തആല പാപം പുറത്തു തരും. ഇനിയും വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് പുറത്ത് തന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ നമ്മൾ അനുഭവിക്കുകയും ചെയ്യും. അതാണ് ളാലിമുൻ നഫ്സി. നമ്മൾ അതാണോ? അതല്ല, ഹറാമുകളൊന്നും ചെയ്യാറില്ല കരുതിക്കൂട്ടി, എന്നാൽ ഫർളായ കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള മുഖത്തസീദുകൾ, മിതത്വം പാലിച്ച ആളുകൾ, പറ്റ പരിധി വിടാത്ത ആളുകൾ, അതാണോ നാം? അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മൾ ഹറാമ് ചെയ്യാത്തത് കൊണ്ട് വലിയ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടും. എന്നാൽ വീഴ്ച വരുത്തിയത് കൊണ്ട് നമുക്ക് അള്ളാഹു കുറേ കുറവുണ്ടാകും. നമ്മളെ കർമ്മങ്ങളിൽ നമുക്ക് കിട്ടേണ്ട ഒരുപാട് കുറവുകൾ നമുക്ക് അള്ളാഹു തആല കുറച്ച് തരും. അതാണല്ലോ നീതി. ഇനി മൂന്നാമത്തേത് അതല്ല, കഴിയുന്നത്ര നമ്മൾ ഹറാമുകളിൽ നിന്നെല്ലാം മാറി നിൽക്കുകയും ഹലാലുകൾ കഴിയുന്ന വിധം നമ്മൾ ചെയ്യുകയുമാണെങ്കിൽ, ഫത്തഖുല്ലാഹ മസ്തതഅ്തും, കഴിയുന്ന അത്ര അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാം. എന്നാലോ ഹറാമുകൾ കഴിയേണ്ട അത്ര ഒഴിവാക്കിക്കുക എന്നുള്ള പറഞ്ഞിട്ടില്ല. അതാണ് മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. സൽക്കർമ്മങ്ങളാണെങ്കിൽ കഴിയും വിധം നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞു. എന്നാൽ ഹറാമായ കാര്യമാണെങ്കിൽ കയ്യേണ്ട അത്ര ഹറാമെന്ന് നിങ്ങൾ ഒഴിവാക്കിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഹറാമും ഒഴുത്തം ഒഴിവാക്കിക്കണം. സൽക്കർമ്മങ്ങൾ കയ്യേണ്ട അത്ര ചെയ്താൽ മതി. എന്നാൽ ഹറാമിൽ നിന്ന് മാറുമ്പോൾ അത് കയ്യേണ്ട അത്ര എന്നുള്ളതല്ല, അത് കഴിയണം, പൂർണ്ണമായും നമ്മൾ മാറി നിൽക്കണം. ഇങ്ങനെയുള്ള സാബിക്കും ബിൽ ഖൈറാത്ത്, അതിലാണോ നമ്മൾ? അത് നമുക്ക് ചിന്തിക്കാനാണ് അല്ലാഹു തആല ഈ പറഞ്ഞത്. എന്ത്? സുമ്മ ഔറസ്നൽ കിതാബ, ഈ വേദഗ്രന്ഥം നാം അനന്തരമായി നൽകി, അല്ലദീന സ്തഫൈനാ മിൻ ഇബാദിന, നമ്മുടെ അടിമകളിൽ നിന്ന് നാം തിരഞ്ഞെടുത്തിട്ടുള്ള കുറേ ആളുകൾക്കെന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തുകളായിട്ടുള്ളവർക്ക്. എന്നാൽ ആ കൂട്ടത്തിൽ, ആ ഉമ്മത്തുകളിൽ ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി, അവരിൽ സ്വന്തം ശരീരങ്ങളോട് അക്രമം ചെയ്തവരുണ്ട്. ഒമിൻഹും മുഖത്തസിദുൻ, അവരുടെ കൂട്ടത്തിൽ മിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. ഒമിൻഹും സാബിഖും ബിൽ ഖൈറാത്ത്, നന്മയുടെ കാര്യത്തിൽ മുൻകടന്നവരും അവരുടെ കൂട്ടത്തിലുണ്ട്. ബി ഇദ്നില്ലാ, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം. ദാലിക ഹുവൽ ഫളുൽ കബീർ, അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. മുന്നിൽ കടക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അപ്പോൾ അതിനാണ് നമ്മൾ ശ്രമം നടത്തേണ്ടത് എന്നർത്ഥം. എന്തുകൊണ്ടെന്നാൽ ഭൂമിയിൽ ജീവിക്കുന്ന മരണം വരെ നമ്മൾ തിന്നുന്ന, കുടിക്കുന്ന, ഉപയോഗിക്കുന്ന, നമ്മൾക്ക് കിട്ടുന്നതിലൊക്കെ ഏറ്റവും നല്ലത് കിട്ടണം എന്നാഗ്രഹിക്കുന്നവരാണല്ലോ. എങ്കിൽ പരലോകത്തും ഏറ്റവും നല്ലത് കിട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ സ്വർഗം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കണം. അതാണ് ഈ അയലൽ ജന്ന, അത് ചോദിക്കണം. മേലക്ക് ചോദിക്കണം. സ്വപ്നം ഏറ്റവും മുകളിലായിരിക്കണം. അതാണ്. അങ്ങനെയുള്ള ആളുകൾ ബി ഇതിനില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം. അതായത് പടച്ചോൻ ഈ സാബിക്കും ബിൽ ഖൈറാത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുമതി എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യം തന്നെയാണ്. എല്ലാ കാര്യത്തിലും ഹറാമ് പറ്റ ഒഴിവാക്കുക, എന്നിട്ട് ഹലാലായ കാര്യങ്ങൾ ചെയ്യുന്നത് ഹലാല്, അത് കഴിയുന്ന അത്ര പരമാവധി കഴിയും വിധം നമ്മൾ ചെയ്യുക. അങ്ങനെയുള്ളൊരു ജീവിതം അത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഇതിന് കൊണ്ട്, അല്ലെങ്കിൽ അനുഗ്രഹം കൊണ്ട്, സമ്മതം എന്നാണ് ഇതിൻ്റെ അർത്ഥം. അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് ലഭിക്കുന്ന ഒരു മഹത്തായ കാര്യമാണ്. ഈസാ നബി അലൈഹി സ്വലാമക്ക് അള്ളാഹു തആല മുഅ്ജിസ് കൊടുത്ത കാര്യത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഒ തുബരി ഉൽ അക്മഹ വൽ അബ്റസ ബി ഇതിനില്ല, കുരുടും അതുപോലെ വെള്ളപ്പാണ്ടുകളും അള്ളാഹുവിൻ്റെ സമ്മതത്തോടുകൂടി നീ സുഖപ്പെടുത്തുന്ന പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ വരദാനം, അനുഗ്രഹം കൊണ്ട്, തൗഫീക്ക് കൊണ്ട് നിനക്കത് സുഖമാക്കി കൊടുക്കാൻ കഴിയുന്നു. അതാണ്.
സാബിക്കും ബിൽ ഖൈറാത്താവുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം ലഭിച്ചവർക്കേ അത് കിട്ടുകയുള്ളൂ. ദാലിക ഹുവൽ ഫളുൽ കബീർ, അതാണ് ഏറ്റവും വലിയ ഔദാര്യം, അള്ളാഹു നൽകുന്ന ഔദാര്യം. ആ എന്താണ് ആ ഔദാര്യം? ഒന്നും കൂടി, ജന്നാത്തു അദ്നിൻ, താമസിക്കാനുള്ള സ്വർഗം. അദ്ന് എന്ന് പറഞ്ഞാൽ നിത്യവാസത്തിനുള്ള സ്വർഗം. യദ്ഖുലൂനഹ, ആ സ്വർഗത്തിൽ അവർ പ്രവേശിക്കും. യുഹല്ലൗന ഫീഹ, അവർക്കതിൽ ആഭരണമണിയിക്കപ്പെടും. ഹല്ല എന്ന് പറഞ്ഞാൽ ഹുലിയ് നൽകും, അലങ്കരിക്കപ്പെടും. ഹുലിയ് എന്ന് പറഞ്ഞാൽ ആഭരണം, അലങ്കാരം എന്നൊക്കെയാണ്. യുഹല്ലൗന ഫീഹ, ആ സ്വർഗത്തിൽ അവർക്ക് അലങ്കരിക്കപ്പെടും. മിൻ അസാബിറ മിൻ ദഹബിൻ, സ്വർണത്തിൻ്റെ വളകളും. വലു ഉലു അൻ, മുത്തിനെയും അള്ളാഹു തആല മുത്തുകൊണ്ടും അവരെ അലങ്കരിക്കും. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിനെപ്പറ്റി അള്ളാഹു ജനങ്ങളോട് പറഞ്ഞപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാകാവുന്ന സന്തോഷത്തിൻ്റെയും സുഖത്തിൻ്റെയും പരിധി വെച്ചാണ് പറഞ്ഞത്. മനസ്സിലാവാത്ത ഒരു സ്വർഗത്തിനെ പറ്റി പറഞ്ഞാൽ ജനങ്ങൾക്കത് ഗ്രഹിക്കാൻ കഴിയില്ല. പക്ഷെ അവർക്ക് മനസ്സിലാകുന്ന സൗന്ദര്യം എന്ന് പറഞ്ഞാൽ സ്വർണത്തിൻ്റെ ആഭരണങ്ങൾ, മുത്തുകൾ കോർത്ത മാലകൾ, അതാണ് ലു എന്ന് പറഞ്ഞാൽ നമ്മളെ ലൂലു എന്ന് പറഞ്ഞാൽ മുത്ത് എന്നാണ്, പേളുകളാണ് ലൂല്. ഒലിബാസും, അവരുടെ ലിബാസുകൾ, വസ്ത്രങ്ങൾ. ഫിഹ, സ്വർഗത്തിൽ. ഹരീർ, പട്ടുകളാണ്, ഹരീർ പട്ട്. അപ്പോൾ പട്ടുവസ്ത്രവും സ്വർണ്ണാഭരണങ്ങളും മുത്തുമാലകളുമുള്ള സ്വർഗം എന്ന് അവർക്ക് അവരുടെ മനസ്സിലൊതുങ്ങുന്ന ആർഭാടത്തിൻ്റെ പ്രതീകമായി അള്ളാഹു സ്വർഗം അതാണ് എന്നവർക്ക് വാഗ്ദാനം ചെയ്തു. എന്നിട്ട് വഖാലു, അവർ പറയുന്നു ആ സ്വർഗത്തിൽ കടക്കുമ്പോൾ എന്താണ്? അൽഹംദുലില്ലാ, അള്ളാഹുവിനാണ് സർവസ്തുതിയും. അല്ലദീ അദ്ഹബ അന്ന, ഞങ്ങളിൽ നിന്ന് പോക്കിക്കളഞ്ഞവൻ. ദഹബ എന്ന് പറഞ്ഞാൽ പോയി, അദ്ഹബ എന്ന് പറഞ്ഞാൽ പോക്കി അല്ലെങ്കിൽ നീക്കി. അദ്ഹബ അന്ന അൽ ഹസൻ, എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളഞ്ഞ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് സ്വർഗത്തിൽ കടക്കുമ്പോൾ അവർ പറയും. അതാണ് ഇന്ന റബ്ബന, തീർച്ചയായും ഞങ്ങളുടെ രക്ഷിതാവ് ലഗഫൂറുൻ, പുറത്തു തരുന്നവൻ തന്നെയാണ്, ഷക്കൂറുൻ, നന്ദി ചെയ്യുന്നവൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ല പറഞ്ഞുകൊണ്ടാണ് അവർ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുക. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഏറ്റവും അവസാനത്തെ പ്രാർത്ഥന നമുക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ്, അൽഹംദുലില്ലാ. പടച്ചോൻ തന്നല്ലോ, ഞാൻ അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു, അതിനേക്കാളൊക്കെ എത്രയോ വലിയത് പടച്ചോൻ തന്നല്ലോ എന്ന ആ ദുആ ആണ് ഏറ്റവും വലിയ ദുആ, അൽഹംദുലില്ലാ എന്ന്. അപ്പോൾ അത് ആ അൽഹംദുലില്ലാ എന്ന് അവർ പറയും. എന്നിട്ടോ അല്ലദീ അഹല്ലന, ഞങ്ങളെ താമസിപ്പിച്ചവൻ. അഹല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഇറക്കിയിരുത്തിയെന്ന, മഹല്ല് എന്ന് പറഞ്ഞാൽ ഇറങ്ങിയിരിക്കുന്ന സ്ഥലം എന്നാണ് മഹല്ല്. അതാണ് നമ്മളെ മഹല്ല്, നമ്മളെ പിന്നെ മലപ്പുറം മഹല്ല് അല്ലെങ്കിൽ വടക്കൈമണ്ണ മഹല്ല് എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ ഇറങ്ങിയിരിക്കുന്ന താമസിക്കുന്ന സ്ഥലം, അതിനാണ് മഹല്ല്. മഹല്ല് എന്ന് പറഞ്ഞാൽ ഒരു സമൂഹം താമസിക്കുന്ന ഇടം. അഹല്ല അതങ്ങനെ പറയാൻ കാരണം മരുഭൂമിയിലുള്ള യാത്രക്കാരായി നാടോടികളാണ് അവർ യാത്ര എപ്പോഴെങ്കിലും പോകല് നമ്മൾ അജ്ജിന് കൊണ്ടുമാതിരിയോ ബോംബെക്ക് കൊണ്ടുവരെ യാത്രയല്ല, അവരെന്നും യാത്രയിലാണ്. ഒരു ഭാഗത്ത് വെള്ളവും പച്ചപ്പും പോയാൽ അവർ വെള്ളവും പച്ചപ്പും തിരഞ്ഞ് മരുപ്പച്ചയുള്ള ഇടത്തേക്ക് പോകും. അങ്ങനെ നാടോടികളാണ് അവർ. അപ്പോൾ ആ നാടോടികൾ ഒരു സ്ഥലത്ത് ഇറങ്ങിയിരുന്ന അവിടെ ഒരു മഹല്ലായി. അപ്പോൾ നമ്മൾ ജീവിതയാത്രയിൽ അല്ലാഹു തആല നമ്മളെ ഇറക്കിയിരുത്തുകയാണ്. എവിടെ? അവസാനമായി സ്വർഗത്തേക്ക്. അപ്പോഴാണ് അല്ലദീ അഹല്ലന, ഞങ്ങളെ ഇറക്കിയിരുത്തിയവൻ അല്ലെങ്കിൽ ഞങ്ങളെ താമസിപ്പിച്ചവൻ. എവിടെ? ദാറൽ മുഖാമ, താമസിക്കാനുള്ള ആ വീട്ടിലേക്ക്. അൻസൽന നുസൂല ഹുലൂലിൻ വസ്തിഖറാരിൻ, അതാ സ്ഥിരവാസത്തിന് വേണ്ടി ഞങ്ങളെ ഇറക്കിയവൻ. ദാറൽ മുഖാമ, മുഖാമത്ത്, ഇഖാമത്തുള്ള വീട്ടിലേക്ക്. അതായത് നമുക്ക് ഇഖാമ കിട്ടുക എന്ന് പറയല്ലോ, ഇഖാമ റെസിഡൻഷ്യൽ പെർമിറ്റിനാണ് ഇപ്പോൾ ഇഖാമ എന്ന് ഈ കാലഘട്ടത്തിൽ പറയാം.
അതുതന്നെയാണ് ഇഖാമത്ത്, ദാറുൽ മുഖാമ, സ്ഥിരമായി താമസിക്കാനുള്ള ആ ഇടത്തിലേക്ക് ഞങ്ങളെ ഇറക്കിയിരുത്തിയ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ച എന്നാണ് എൻ്റെ ആശയാർത്ഥം. അൽഹംദുലില്ലാഹില്ലദി അഹല്ലനാ ദാറൽ മുഖാമ, ഞങ്ങൾക്ക് പാർക്കാനുള്ള വീട്ടിലേക്ക് ഞങ്ങളെ ഇറക്കിയിരുത്തിയ അല്ലാഹു മിൻ ഫദ്ലിഹി, അവൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളെ ഇറക്കിയിരുത്തിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും. ലാ യമസ്സുനാ ഫിഹ, ആ സ്വർഗത്തിൽ ഞങ്ങളെ ബാധിക്കുകയില്ല. നസബുൻ, ഒരു പ്രയാസം. വലാ യമസ്സുനാ ഫിഹ, ആ സ്വർഗത്തിൽ ഞങ്ങളെ ബാധിക്കുകയില്ല. ലുഗൂബുൻ, ഒരു തളർച്ചയും. അപ്പോൾ പ്രയാസങ്ങളില്ലാത്ത, തളർച്ചയില്ലാത്ത, ചീത്തയായ ലാ ലഘുവും ഫിഹാ വലാ തഅ്സീം, ആ സ്വർഗത്തിൽ അനാവശ്യമായിട്ടുള്ളതൊന്നുമില്ല, കുറ്റകരമായിട്ടുള്ളതൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു സ്വർഗം. നമ്മളിവിടൊക്കെ എത്രയൊക്കെ മണിമാളികകളിൽ എത്ര ആർഭാടത്തോടു കൂടി താമസിച്ചാലും ഒന്നുകിൽ നമ്മളെ ശരീരത്തിന് ക്ഷീണമുണ്ടാവും, എന്തെങ്കിലും ഒരു രോഗവും എന്തെങ്കിലും ഒരു ക്ഷീണമില്ലാത്തവൻ ഏത് കൊട്ടാരത്തിലാണെങ്കിലും ഇല്ല. ഏതെങ്കിലും മനസ്താപമില്ലാത്തവരാരുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സ്വകാര്യ ദുഃഖങ്ങൾ ഇല്ലാത്ത മനുഷ്യരില്ല. സ്വകാര്യമായ ക്ഷീണങ്ങളും പ്രയാസങ്ങളുമില്ലാത്ത മനുഷ്യരില്ല. അതാണ് ദുനിയാവ്. എന്നാൽ സ്വർഗത്തെപ്പറ്റി അള്ളാഹ് പറഞ്ഞത് ലാ യമസ്സുനാ ഫിഹാ നസബുൻ വലാ യമസ്സുനാ ഫിഹാ ലുഗൂബ്, ഒരു ക്ഷീണവും തളർച്ചയുമില്ലാത്ത, അനാവശ്യമായ വാക്കുകൾ കേൾക്കേണ്ടതില്ലാത്ത, ദുഃഖമില്ലാത്ത ഒരു ലോകം. ആ ലോകത്തേക്ക് ഞങ്ങളെ ഇറക്കിക്കൊണ്ടുവന്ന അള്ളാഹുവിനാണ് സർവസ്തുതിയുമെന്ന് ആ സാബിക്കീങ്ങളായിട്ടുള്ള ആളുകൾ, എല്ലാ കാര്യത്തിലും മുൻകടന്ന ആളുകൾ സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പറയും. ആ കൂട്ടത്തിൽ നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. എന്നാൽ വല്ലദീന കഫറു, ഇതൊന്നും കേൾക്കാതെ നിഷേധിച്ച ആളുകൾ, അതാണ് വല്ലദീന കഫറു എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന കാഫിരീങ്ങൾ എന്നല്ല. ഈ ജാതി ഉപദേശങ്ങളും കാര്യങ്ങളും ഒന്നും ജീവിതത്തിൽ പാലിക്കാതെയും ശ്രദ്ധിക്കാതെയും നിഷേധിച്ച് ജീവിച്ച ആളുകൾ, ലഹും നാറു ജഹന്നം, അവർക്ക് ജഹന്നം എന്ന നരകത്തിലെ തീയാണ് അവർക്കുള്ളത്. ലാ യുഖ്ലാ അലൈഹിം, അവരുടെ മേൽ പൂർത്തിയാക്കപ്പെടുകയില്ല. ഫയമൂത്തു, അങ്ങനെ അവർ മരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. അതായത് അവരുടെ ഖളാ, അവരുടെ അവസാനത്തെ വിധി തീർപ്പ് നടത്തി അവർ ആ നരകത്തിൽ മരിക്കൂല. തീ ചാടുമ്പോൾ ഒരു വേദന ഉണ്ടാവും, തീ ആളി കത്തുമ്പോൾ ഒരു വേദന ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ നമ്മളാണ്ട് ജീവൻ പോയാൽ പിന്നെ നമ്മൾ അറിയില്ലോ. അങ്ങനെയല്ല നരകത്തിൽ വെച്ചൊരിക്കലും ലാ യുഖ്ലാ അലൈഹിം ഫയമൂത്തു, അവരുടെ കാര്യങ്ങൾ തീർപ്പാക്കി അവർ മരിക്കുന്ന പ്രശ്നമില്ല. വലാ യുഖഫഫു അൻഹും, അവരിൽ നിന്ന് ലഘൂകരിക്കപ്പെടുകയുമില്ല. മിൻ അദാബിഹ, ആ നരകത്തിൻ്റെ ശിക്ഷ. അങ്ങനെയുള്ളൊരു നരകം നിഷേധികൾക്കുണ്ടാവും. കദാലിക നജ്സി, അപ്രകാരമാണ് നാം പ്രതിഫലം നൽകൽ. കുല്ല കഫൂർ, എല്ലാ നിഷേധികളായിട്ടുള്ള ആളുകൾക്കും അതാണ് നാം പ്രതിഫലം നൽകുക. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ ഹക്കാണ്. ഞാൻ ഈ ഇറക്കി തന്നതൊക്കെ വല്ലദീ ഔഹൈന ഇലൈക മിനൽ കിതാബി ബിൽ ഹഖി എന്നായത്താണല്ലോ നമ്മൾ ഇന്ന് തുടങ്ങിയത്. ഹക്കാണ് ഈ പറഞ്ഞു തരുന്നതൊക്കെ. അപ്പോൾ ആ നരകം അവിടെ ഉണ്ടാകും. മറുപുറത്ത് സ്വർഗവും നമുക്ക് അള്ളാഹു തആല അനുഭവിക്കും. വഹും യസ്തരിഖൂന ഫീഹാ, ആ നിഷേധികൾ, വഹും അവർ, ആ നിഷേധികൾ, യസ്തരിഖൂന ഫീഹാ, ആ നരകത്തിൽ അലമുറയിട്ട് കൊണ്ടിരിക്കും. ഇസ്തറഖ എന്ന് പറഞ്ഞാൽ അലമുറയിട്ടു, അട്ടഹസിച്ചു എന്നൊക്കെയാണ്. അവർ ആ നരകത്തിൽ കിടന്ന് അട്ടഹസിച്ചു കൊണ്ടിരിക്കും. എന്താ പറയൽ? റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, അഖ്രിജ്ന, ഈ നരകത്തിൽ നിന്ന് ഞങ്ങൾ നീ ഒന്ന് പുറത്തെടുക്കണമേ. നഅമൽ സാലിഹൻ, ഞങ്ങൾ നല്ലത് ചെയ്തു കൊള്ളാം. ഗൈറല്ലദീ കുന്നാ നഅമലു, ഞങ്ങൾ പ്രവർത്തിച്ചിരുന്നതല്ലാത്ത, ഞങ്ങൾ ജീവിച്ചിരുന്നതല്ലാത്ത മറ്റു നന്മകൾ ഞങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് അവർ അട്ടഹസിച്ചുകൊണ്ട് അള്ളാഹുവിനോട് വിളിച്ചു തേടും.
അള്ളാഹു അവരോട് പറയും, അവലം നുഅമ്മിർക്കും, ഞാൻ നിങ്ങൾക്ക് ആയുസ്, ഉംർ എന്ന് പറഞ്ഞാൽ ആയുസ് എന്ന, അവലം നുഅമ്മിർക്കും, ഞാൻ നിങ്ങൾക്ക് ആയുസ് നൽകിയില്ലേ, മാ യതദക്കറു ഫീഹി, ഓർക്കാൻ മാത്രമുള്ള, തദക്കറ എന്ന് പറഞ്ഞാൽ ഓർത്തു, ഓർമ്മിക്കാൻ മാത്രം നിങ്ങൾക്ക് ഞാൻ ആയുസ് നൽകിയില്ലേ, മൻ തദക്കറ, ഓർത്ത് ചിന്തിക്കാനും ഓർക്കാനും ഉദ്ദേശിക്കുന്നവർക്ക് ഓർക്കാനും ചിന്തിക്കാനും അത്രയുള്ള ആയുസ് നൽകിയില്ലേ, വജാഅക്കും മന്നദീർ, നിങ്ങൾക്ക് താക്കീതുകാർ വന്നിരുന്നില്ലേ എന്ന് അള്ളാഹു അവരോട് പറയും, അല്ലെങ്കിൽ മലക്കുകൾ അവരോട് ചോദിക്കും. ഈ നദീർ, താക്കീതുകാർ, ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്, അവലൻ നുഅമ്മിർക്കും മാ യതദക്കറു ലിമൻ മൻ തദക്കറ, ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവർക്ക് ചിന്തിക്കാൻ മാത്രമുള്ള ആയുസ് നൽകിയില്ലേ, വജാഅക്കും നദീർ, നദീർ താക്കീതുകാരൻ വന്നില്ലേ എന്ന് പറഞ്ഞാൽ ആ നദീർ നരയാണ്. അപ്പോൾ നര എന്നുള്ളത് നമുക്കൊരു നദീറാണ്. എന്താണ്? കാലം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, കാലം അടുത്തുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് നദീർ, നര. അപ്പം അതാണ് അങ്ങനെ ഒരു വ്യാഖ്യാനം ഉണ്ട് കേട്ടോ. ഇവിടെ നദീർ എന്ന് പറഞ്ഞാൽ താക്കീതുകാർ. ആ താക്കീതുകാരൻ ആരാ? ഒരുപക്ഷെ അത് ഏതായിരുന്നാലും നദീർ അമ്പിയാക്കന്മാരാണ് നദീർ എന്ന് പറയുന്നത്. താക്കീതുകാർ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാർ അല്ലേ? അതല്ലെങ്കിലോ ജീവിതത്തിൽ നമുക്ക് പല താക്കീതുകളും അല്ലാഹു തആല നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ജീവിതം നിസ്സാരമാണ് എന്ന് കരുതി നിങ്ങൾ ജീവിതത്തിൻ്റെ സുഖ സൗകര്യങ്ങളൊന്നും അതിന് അധ്വാനിക്കണ്ട എന്നുള്ളതല്ല. പഠിക്കേണ്ടവർ പഠിച്ചു വളരണം, കച്ചവടം ചെയ്യേണ്ടവർ കച്ചവടം ചെയ്ത് ജീവിതത്തിന് ശരിക്കും നന്നായി ജീവിക്കാനുള്ള വക കണ്ടെത്തണം. അധ്വാനിക്കേണ്ടവർ മടിച്ചിരിക്കരുത്, മരിച്ചു പോകുമെന്ന് വിചാരിച്ച് അധ്വാനിക്കണം. പക്ഷേ ഒരു നദീർ നമ്മുടെ മുമ്പിലുള്ള ഒരു താക്കീതുകാരൻ, ഏത് സമയവും വിട്ടുപോകാം. അപ്പോൾ ആ ഒരു വിട്ടുപോകാം എന്ന ഒരു ബോധത്തോടു കൂടി ആയുഷ്കാലം ചിന്തിക്കാനും ആലോചിക്കാനും നിങ്ങൾക്ക് ഞാൻ അവസരം നൽകിയില്ലേ എന്ന് അള്ളാഹു ചോദിക്കും. അതാണ് ഫദൂഖു, ആ അവസരം ഉപയോഗപ്പെടുത്താത്തത് കൊണ്ട് ഫദൂഖു, അപ്പോൾ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക, നരകം ആസ്വദിച്ചു കൊള്ളുക. ഫമാലിദ്ദാലിമീന മിൻ നസീർ, അക്രമികൾക്ക് സഹായികളാരും ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ വരാനിരിക്കുന്ന ആ വകദാലിക വല്ലദീ ഔഹൈനാ ഇലൈക മിനൽ കിതാബി ഹുവൽ ഹഖ് എന്ന് പറഞ്ഞല്ലോ, ഹക്കായിട്ട് അല്ലാഹു തആല നമുക്ക് വഹി അറിയിച്ചു തരുന്ന കാര്യങ്ങൾ ഇതാണ്. വരാൻ പോകുന്നത് ഇങ്ങനെയൊക്കെയാണ്. അല്ലാഹു തആല നമ്മളെ ജീവിതത്തിൽ കഴിഞ്ഞതൊക്കെ അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നമുക്ക് ബോധ്യമായിട്ടുമുണ്ട്. അപ്പോൾ വരാൻ പോകുന്നത് പറഞ്ഞാലും നമ്മൾ ബോധ്യമാകണമല്ലോ. കഴിഞ്ഞയിടത്തോളം അല്ലാഹു തആല നമ്മുടെയൊക്കെ ജീവിതത്തിൽ നീ ഒരു മണ്ണായിരുന്നില്ലേ, പിന്നെ ബീജമായിരുന്നില്ലേ, പിന്നെ അട്ട പോലെ തൂങ്ങിക്കിടക്കുന്ന രക്തകഷ്ണമായിരുന്നില്ലേ, പിന്നെ മാംസമായിരുന്നില്ലേ, പിന്നെ കയ്യും കാലുള്ള കുഞ്ഞായില്ലേ, പിന്നെ പുറത്ത് വന്നില്ലേ, ഇങ്ങനെയാണ് പറഞ്ഞിട്ട് പിന്നെ കയ്യും കാലും വെച്ച് ഓടിച്ചാടാനുള്ള കഴിവ് കിട്ടിയില്ലേ. ഉജാക്കുമുൻ നദീർ, സഅദി റഹ്മുള്ള പറയുന്നത്, ആലോചിക്കുന്നവർക്ക് ആലോചിക്കാൻ മാത്രമുള്ള ആയുസ്സൊക്കെ തന്നല്ലോ എന്ന്. അപ്പോൾ അത് 90 ആളുകൾക്ക് ആലോചിക്കാൻ ഒരുപാട് തന്നു. അതല്ല 40 മരിക്കുന്നവർക്കാണെങ്കിലും അള്ളാഹ് ആയുസ് തരുന്നുണ്ടല്ലോ. അതാണ് മത്തായിനാക്കും ഫി ദുന്യ, ദുന്യാവിൽ നാം നിങ്ങൾക്ക് സുഖസൗകര്യങ്ങൾ തന്നു. വ അദ്റർന അലൈക്കുമുൽ അർസാഖ, നിങ്ങൾക്ക് ഞാൻ റിസ്ക് നൽകി. വ ഖയ്യദ്നാ ലക്കും അസ്ബാബർ റാഹത്തി, സന്തോഷിക്കാനും വിശ്രമിക്കാനുമുള്ള സൗകര്യങ്ങൾ നൽകി. വ മദദ്നാ ലക്കും ഫിൽ ഉംരി, വയസ്സ് ഞാൻ നിങ്ങൾക്ക് നീട്ടിത്തന്നു. വ താബഅന അലൈക്കും അൽ ആയാത്തി, ദൃഷ്ടാന്തങ്ങൾ തുടരെ നിങ്ങൾക്ക് നാം നൽകി. വ ഔസൽന ഇലൈക്കും അന്നുദുർ, താക്കീതുകൾ ചേർത്ത്, വാസൽന ഇലൈക്കും അന്നുദുർ, താക്കീതുകൾ തുടർച്ചയായി നൽകി. ഒബ്തലൈനാക്കും, നിങ്ങൾ നാം പരീക്ഷിച്ചു. ബിസ്സറായി, സന്തോഷങ്ങൾ കൊണ്ടും,
ലറായി ദുഃഖങ്ങൾ കൊണ്ടും. അപ്പോൾ ഇതൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെയൊക്കെ ഉണ്ട്, പല പ്രയാസങ്ങളും ദുഃഖങ്ങളും. പിന്നെ എന്താണ് കഴിച്ചിലാവുന്നു, ചിലപ്പോൾ വലിയ കാലക്കേടുകൾ ദുരന്തങ്ങളൊക്കെ സമൂഹത്തിന് ഒന്നാകെ വരുന്നു. ചിലപ്പോൾ നല്ല പണ്ട് ഒരുപാട് ദയനീയമായി ദുഃഖിച്ചും കഷ്ടപ്പെട്ടും ജീവിച്ചിരുന്നവർ ഇപ്പം സന്തോഷത്തിലാവുന്നു. തിന്നാനും കുടിക്കാനും ഇല്ലാതെ ജീവിച്ചവർ ഇപ്പോൾ സമൃദ്ധമായി തിന്നുകുടിച്ച് ജീവിക്കുന്നു. എന്നാൽ അതൊക്കെ നേരത്തെ തിന്നുകുടിച്ച് ജീവിച്ചിരുന്നവർക്ക് ഇപ്പം കടവും കള്ളിയും ദാരിദ്ര്യവും വരുന്നു. ഇതൊക്കെ നമുക്ക് നമ്മളെ നിയന്ത്രണത്തിലല്ല നമ്മുടെ ജീവിതം എന്നതിൻ്റെ കൃത്യമായ നദീറാണ്, താക്കീതുകാരനാണ്. ഇത് പറഞ്ഞാൽ ചില സൂചനകളാണ്, അപകട സൂചനകളാണ് ഇതൊക്കെ എന്നാണ് അള്ളാഹ് പറയുന്നത്. ചില അപകട സൂചനകൾ അള്ളാഹ് നമുക്ക് നൽകുകയാണ്. എന്താണതിൽ? അത് നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ അള്ളാഹ് ഖുർആൻ പറയുമ്പോൾ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അള്ളാഹു തആല നമ്മളെ കാര്യത്തിൽ പറഞ്ഞതൊക്കെ ശരിയായിട്ടുണ്ട്. അതല്ലേ നമുക്ക് പറയാം, നമ്മൾ ഭാവി നമുക്കറിയില്ലോ, ഭാവിയാണ് ഈ പറയുന്നത്. നമ്മളെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളും, അതുപോലെ പൂർവികന്മാർ ഹൂദും ആദും സമൂഹങ്ങൾ ജീവിച്ചപ്പോൾ ആ നബിമാർ അവരോട് ഇതൊക്കെ താക്കീത് നൽകി. അതൊക്കെ പിന്നീട് ഉണ്ടായി. പക്ഷേ അതുണ്ടായി എന്നറിയാൻ ആ സമൂഹം ബാക്കിയായില്ല. ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ ആളുകൾ പരിധി വിട്ട് ജീവിച്ചു. അവരെ അള്ളാഹു ശിക്ഷിക്കുമെന്ന് പറഞ്ഞു, അത് സംഭവിച്ചു. മുഹമ്മദ് നബി വളരെ കഷ്ടപ്പെട്ടിട്ട് മക്കയിൽ നിന്ന് ഹിജ്റ പോയി. പക്ഷേ നിങ്ങൾക്ക് സുഖമായി മടങ്ങി വരാമെന്ന് നബിക്ക് സ്വപ്നം കാണിച്ചു കൊടുത്തു അല്ലാഹു തആല. അവസാനം അതും സാക്ഷാത്കരിച്ചു, എല്ലാം സാക്ഷാത്കരിച്ചു. അള്ളാഹു പറഞ്ഞതൊക്കെ ഖുർആനിൽ കൂടി കഴിഞ്ഞ കാല സമുദായത്തെപ്പറ്റി അള്ളാഹു പറഞ്ഞതൊക്കെ നബിക്ക് സാക്ഷാത്കരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹിജ്റ 6-ാമത്തെ കൊല്ലത്തിലാണ് നബി സ്വപ്നം കാണുന്നത്. എന്താണ്? മക്കയിൽ നിന്ന് ആട്ടിപ്പുറത്താക്കി വളരെ സങ്കടത്തോടുകൂടി മക്കയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് നിന്ന്, മക്ക രാജ്യമേ, എൻ്റെ ജന്മനാടേ, ഒരിക്കലും ഇവിടെ നിന്ന് പോകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ എൻ്റെ സമൂഹം ആട്ടിപ്പുറത്താക്കിയത് കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് നാട് വിടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് 53 കൊല്ലം കാലം വളർന്ന രാജ്യത്ത് നിന്ന് നബി മദീനയിലേക്ക് പലായനം ചെയ്യുന്ന ഹിജ്റ പോകുന്നത്. നെഞ്ചത്ത് കൈവച്ച് കരഞ്ഞ് പറഞ്ഞിട്ടാണ് നബി പോകുന്നത്, ഗാറ് സൗറിലേക്ക് പോയി ഒളിച്ച് താമസിക്കുന്നത്. ആ പ്രവാചകന് 6 കൊല്ലം കഴിഞ്ഞിട്ട് സ്വപ്നം കാണുകയാണ്. ലതദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാമ മുഹല്ലിഖീന റൂസക്കും വ മുഖസ്സിരീൻ ആമിനീന. മുഹല്ലിഖീന റൂസക്കും മുഖസ്സിരീൻ, മസ്ജിദുൽ ഹറാമിൽ കടക്കും നീ, ആമിനി, നിർഭയന്മാരായിട്ട് നിങ്ങൾ മസ്ജിദുൽ ഹറാമിലേക്ക് തിരിച്ചു പോകും. നിങ്ങളുടെ തല മുണ്ടനം ചെയ്തിട്ടുണ്ടാവും കുറേ ആളുകൾ. ചിലപ്പോൾ കുറേ ആളുകളുടെ തല വെട്ടിയിട്ടുണ്ടാവും, മുടി വെട്ടിയിട്ടുണ്ടാവും. അതിനർത്ഥം എന്താ? മസ്ജിദുൽ ഹറാമിൽ ചെന്ന് ഉംറയും ഹജ്ജൊക്കെ ചെയ്യുമ്പോൾ തലമുണ്ടനം ചെയ്യണം, അയ്യാത്തവർക്ക് വെട്ടണം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരാജിമാരായിട്ട് ആരെയും പേടിക്കാതെ മസ്ജിദുൽ ഹറാമിലേക്ക് നിങ്ങൾ കടക്കും എന്ന് നബിക്ക് അല്ലാഹു തആല സ്വപ്നം കാണിച്ചു കൊടുക്കുകയാണ്. ഒരു ഉറക്കത്ത് കണ്ടതാണിത്. ഹിജ്റ 6-ാം കൊല്ലം. ആ 6-ാം കൊല്ലം കഴിഞ്ഞതിൻ്റെ ശേഷവും ഒരുപാട് യുദ്ധങ്ങളുണ്ടായി മുശ്രിക്കീങ്ങളും നബിയുമായിട്ട്. ആ 6-ാം കൊല്ലത്തിലെ ശേഷമുള്ള പല യുദ്ധങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ആ സ്വപ്നം സാക്ഷാത്കരിച്ചു. പിറ്റത്തെ കൊല്ലം ആ സ്വപ്നത്തിന് കഴിഞ്ഞ ഉടൻ നബി മസ്ജിദുൽ ഹറാമിൽ ഒന്ന് പോവുകയെന്ന് ആലോചിച്ചു, ഒന്ന് ഉംറ ചെയ്യണം. അതാണ് ഹുദൈബിയ സന്ധി നടന്നത്. ആ ഉംറയ്ക്ക് വേണ്ടി ചെന്നപ്പോൾ നബിയെ അവരെ തടഞ്ഞു നിർത്തി, അങ്ങോട്ട് കടക്കാൻ അനുവദിച്ചില്ല. തിരിച്ചു പോരേണ്ടി വന്നു, ചില കരാറ് പത്രം എഴുതിയിട്ട്. ആ തിരിച്ചു പോരേണ്ടി വന്ന ഉംറയാണ് പിന്നീട് നബിക്ക് മസ്ജിദുൽ ഹറാമിലേക്ക് പിറ്റത്തെ കൊല്ലം ഉംറത്തുൽ ഖളാ 7-ാം കൊല്ലം ഉംറ ചെയ്യാനുള്ള വഴി തുറന്നു കിട്ടിയത്. 8-ാം കൊല്ലം മക്ക കീഴടക്കാനുള്ള വഴി തുറന്നു കിട്ടിയത് ഹിജ്റ 6-ാം കൊല്ലം കണ്ട സ്വപ്നത്തിൻ്റെ ശേഷം നബി ഉംറയ്ക്ക് വന്നതാണ്. അപ്പം നബിയുടെ ജീവിതത്തിൽ നമുക്ക് അല്ലാഹ് ഖുർആനിൽ കൂടി പറഞ്ഞു തന്ന പല സംഭവങ്ങളും പുലർന്നിട്ടുണ്ട്. കൃത്യമായും നമ്മളെ ജീവിതത്തിൽ പുലർന്നിട്ടുണ്ട്, നമ്മളെ സമൂഹത്തിൽ പുലർന്നിട്ടുണ്ട്. ഇനി പുലരാൻ പോകുന്നതാണ്. നാളെ എങ്ങനെയൊക്കെ വരും, ഇന്നോലിങ്ങനെ അപകടത്തിൽ പെടും, ഇന്നോലിങ്ങനെ ഞങ്ങളൊന്ന് തിരിച്ചയക്കണം,
ഞങ്ങൾ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാം. അഖ്രിജ്ന നഅമൽ സാലിഹൻ, ഞങ്ങൾ സാലിഹ് ചെയ്തോളാം. വൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങൾ ചെയ്തിരുന്നിട്ടില്ലാത്ത നല്ല കാര്യങ്ങൾ ഇനി ചെയ്തോളാം. അള്ളാഹ് ചോദിക്കുന്നു, അവലൻ നുഅമ്മിർക്കുമായിട്ട് തദക്കറു ഫീഹി മൻ തദക്കർ, ആലോചിക്കേണ്ടവർക്ക് അതിനുള്ള വയസ്സൊക്കെ ഞാൻ തന്നില്ലേ. വജാഅക്കുമുൻ നദീർ, താക്കീതുകാരനും വന്നില്ലേ. ഫദൂഖൂ ഫമാ ലിദ്ദാലിമീന മിൻ നസീർ, നിങ്ങൾ ആസ്വദിക്കുക, അക്രമികൾക്ക് സഹായിയില്ല. ഇന്നല്ലാഹ ആലിമു ഗൈബിസ് സമാവാതി വൽ അർദ്, തീർച്ചയായും അല്ലാഹു തആല ആകാശങ്ങളിലെയും ഭൂമിയിലെയും അദൃശ്യകാര്യങ്ങൾ അറിയുന്നവനാണ്. അത് അള്ളാഹ്ക്കേ അറിയുള്ളൂ. ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, മനുഷ്യൻ്റെ മനസ്സുകൾ, സദർ എന്ന് പറഞ്ഞാൽ ഹൃദയം, മനസ്സ് അല്ലെങ്കിൽ നെഞ്ചിൻ്റെ ഉള്ളിലുള്ള എന്ന് പറഞ്ഞാൽ മനസ്സിലുള്ള കാര്യങ്ങളും അള്ളാഹുവാണ് അറിയുന്നവൻ. അപ്പോൾ ഇത് ആ അറിവ്, അള്ളാഹുവിൻ്റെ അറിവിനെ മറികടക്കാൻ നമുക്കാർക്കും കഴിയില്ല എന്ന് തന്നെയാണ്. ഏതായിരുന്നാലും ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നവരിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.